Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഇന്നത്തെ ലെക്ചർ നമ്മളത്. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എ സി അല്ലെ, എ സി വോൾട്ടേജ്, എ സി കറണ്ടിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സും വരുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൾറെഡി വൺ ഷോട്ട് ഒക്കെ കണ്ടവരായിരിക്കും. നമ്മുടെ ലൈവ് സെഷൻ വിത്ത് PYQs, മാക്സിമം PYQs വെച്ചിട്ടുള്ള സെഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ആ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മുടെ ഡിസംബർ 12th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫിസിക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ഇനി ഉള്ളൂ. ഫിസിക്സ് അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ മിനിമം സമയത്തിനുള്ളിൽ നമ്മളെല്ലാം ഫിനിഷ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോയിട്ടുണ്ടാവണം. സോ ഡിസംബർ 12th സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആസ് ഏർലി ആസ് പോസിബിൾ ഫിസിക്സിന്റെ ടോപ്പിക്സ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് റിവിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത്. സോ മക്കളെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ റിവിഷൻ പാർട്ടാണ് കേട്ടോ. ഇപ്പം റിവിഷൻ ആണ്. സോ വൺ ഷോട്ട്സ് കാണാത്തവർ പോയി കാണുക, അതുപോലെ തന്നെ PYQസിന്റെ സെഷൻ കാണാത്തവർ കാണുക. നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ സെഷൻസിനും വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ, ഇൻ ഡെപ്തിലായിരിക്കുകയല്ല ഈ ഒരു സെഷൻ. സോ ഇൻ ഡെപ്ത് വേണ്ടവർ നമ്മുടെ ബാക്കി വീഡിയോസ് കണ്ടാൽ മതി. അതുപോലെ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലെക്ചേഴ്സും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടാത്ത ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലെ. ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, പക്ഷെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇത്രയും നാൾ നമ്മൾ DC പറഞ്ഞിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലോട്ട് വരുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്, യെസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് അല്ലേ. നമുക്ക് ഓരോ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിക് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിച്ചെടുക്കുന്ന കറണ്ടിന്റെ അളവ് വ്യത്യാസമുണ്ട് അല്ലെ. അത് ഡിഫറെന്റ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും എന്താ പറയാ വലിച്ചെടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഓരോ ഡിവൈസസിനും സ്പെസിഫിക് ആയിട്ട് വേറെ വേറെ കറണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കറണ്ട് ഇസ് ഈക്വൽ ടു എന്താണ്, V/R അല്ലെ. അപ്പം വിനെ നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതും, ഒരു സൈൻ വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എഴുതുവാണ് V0 sin omega t ഡിവൈഡഡ് ബൈ R. അതിൽ ഈ V0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പീക്ക് വോൾട്ടേജ് അല്ലെ. പീക്ക് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, V0 അല്ലെങ്കിൽ V എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ VM. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ VM എന്നാണ് നമ്മുടെ NCERT-യിലൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ആക്ച്വലി പീക്ക് വോൾട്ടേജ് എന്നുള്ള ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. ആൻഡ് I നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, I is equal to എങ്ങനെയാണ് V0 by R, അതായത് മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ് അവിടെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം കറണ്ട് ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I0 sin omega t. ഓക്കെ അല്ലെ, I0 sin omega t. സോ ഇതൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്, യെസ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ അല്ലെ. ബിഫോർ ദാറ്റ് നമുക്കറിയാലോടാ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ട് ഒരു 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് ഒക്കെയാണ് നമ്മൾ വീട്ടിൽ കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വരാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വരാം, 0 ആണ് വരാം അല്ലെ. പക്ഷെ നമുക്കറിയാം 0 അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കൃത്യമായിട്ട് ഒരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് VRMS. ഓക്കെ, നമുക്ക് കിട്ടുന്ന എന്താണ്, ആവറേജ് വോൾട്ടേജ് അല്ല, RMS ആണ്. കാരണം എന്താണ്, യെസ് ഇവിടെ ആവറേജ് വോൾട്ടേജിന്റെ വാല്യൂ എന്തായിട്ട് മാറും, ഓവറോൾ, അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അവിടെ ഫെയിൽ ആയി പോവാണ്, 0 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം അതല്ല വാല്യൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, VRMS അല്ലെങ്കിൽ RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ വോൾട്ടേജിന്റെ നമ്മൾ കണ്ടുപിടിക്കും. അത് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസിൽ. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോൾ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ വോൾട്ടേജുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. സോ അതൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ്സ് എക്സാമ്പിൾ VN വരെ ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ക്വയർ ചെയ്യുവാണ്. ഇതിനെല്ലാം നമ്മൾ സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്തതിനു ശേഷം നമ്മൾ മീൻ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ സാധനം അല്ലെ, മീൻ കണ്ടുപിടിച്ചു, ദെൻ റെസിസ്റ്റൻസ് നമ്മുടെ റൂട്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, VRMS എന്ന് പറയുന്നത്. സോ VRMS എന്നുള്ള വാല്യൂ നമ്മൾ ഇനി വീണ്ടും വീണ്ടും ഒരുപാട് കേൾക്കും. ആൻഡ് VRMS പീക്ക് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ് VRMS which is equal to peak voltage divided by √2. and also IRMS is equal to എന്താണ്, I0 divided by √2. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ആൻഡ് ദിസ് വാല്യൂസ് ആക്ച്വലി, അതായത് ഈ VRMS എന്ന് പറയുന്ന വാല്യൂ ആണ് 230 വോൾട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്നു, അല്ലെങ്കിൽ 220 വോൾട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്നു എന്ന് പറയുന്ന സാധനം.
ഓക്കെ അല്ലടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നോക്കാം. എ സി വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ. ഓക്കെ അല്ലെ, എ സി വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, ഒരു റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം യൂഷ്വലി നിങ്ങൾ ഇനി പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്ത് പറയുന്നതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മുടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലെ, സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടായിരിക്കണം. ആൻഡ് ലേറ്റർ നമുക്ക് എന്താ വേണം, വോൾട്ടേജിന്റെ ഇക്വേഷൻ വേണം, ആൻഡ് ഓൾസോ കറണ്ടിന്റെ ഇക്വേഷൻ വേണം. ആൻഡ് അതിനുശേഷം നമ്മൾ പവർ, ആവറേജ് പവർ കണ്ടുപിടിക്കണം, ആൻഡ് ഫേസർ ഡയഗ്രാം കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണം. ആരൊക്കെ തമ്മിലുള്ളതാണ്? യെസ്, വിയും ഐയും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ അല്ലടാ. സോ ഇത്രയും കാര്യങ്ങളാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്യൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. അതായത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓക്കെ അല്ല, അല്ലെങ്കിൽ ആ ഒരു എ സി സോഴ്സ് എന്തുമാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു റെസിസ്റ്റൻസ് മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. സോ സർക്യൂട്ട് ഡയഗ്രാം ഇസ് ഹിയർ. ഇനി അടുത്ത എന്താണ്, വോൾട്ടേജ്. വോൾട്ടേജ് നമുക്കറിയാം V0 sin ഒമേഗ ടി. ഓക്കെ, ഇവിടെ നമ്മൾ ഫേസ് ഡിഫറൻസ് phi is equal to 0 എന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിലും എടുത്തില്ലെങ്കിലും നമുക്ക് ലെറ്റ്സ് അങ്ങനെ തന്നെ നമുക്ക് ഇടാൻ പോവാണ്. ഓക്കെ അല്ലെ. ഇനി കറണ്ട് എങ്ങനെയാണ്, കറണ്ട് is equal to V by R ആണ്. V is equal to V0 sin ഒമേഗ ടി. അപ്പൊ നമുക്ക് നേരത്തെ അറിയാം അല്ലെ, V0 by R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I0 sin ഒമേഗ ടി എന്ന് വരും. ഓക്കെ അല്ലടാ, I0 sin ഒമേഗ ടി. ഓക്കെ അല്ലെ, അപ്പൊ നമുക്ക് കറണ്ടിന്റെയും കിട്ടി. ഇനി അടുത്തത് ആരാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ആവറേജ് പവർ ആണ് വേണ്ടത് അല്ലെ, ആവറേജ് പവർ ആണ് വേണ്ടത്. സോ ഇവിടെ നോക്കിക്കാൻ I of t which is equal to I0 omega t plus 5. ഇവിടെ 5 ഡിനോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഇത് ഇൻ ഫേസ് ആണ്. ഓക്കെ അല്ലെ, ഇൻ ഫേസ് ആണ്. ദാറ്റ് മീൻസ് ഐയും വിയും, അതായത് വോൾട്ടേജും കറണ്ടും എന്താണ്, ഒരേപോലെ പോകത്തുള്ളൂ. ആൻഡ് നമുക്കറിയാം വോൾട്ടേജിന്റെ 1/R ആണ് എന്ന് പറയുന്നത് ഐ, അതായത് വോൾട്ടേജിന്റെ അത്രയും എന്തുണ്ടാവില്ല, ഐ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിതൊരു ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈൻ വേവ് അല്ലേ നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മൾ കറണ്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് എങ്ങനെ തന്നെയാണ്, സൈൻ ഒമേഗ ടി മാറ്റമല്ല, ഇൻ ഫേസ് ആണ്. അതായത് എങ്ങനെയൊക്കെ വോൾട്ടേജ് പോകും അതുപോലെയൊക്കെ ആരും പോവും, കറണ്ടും പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവിടെ കറണ്ട് 1/R ടൈംസ് ഓഫ് വി ആ. സോ ദാറ്റ് കുറച്ച് ചെറുതായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, കറണ്ട് എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും. പക്ഷെ വി മാക്സിമം ആകുന്ന പോയിന്റിലെല്ലാം കറണ്ട് മാക്സിമം ആയിരിക്കും, വി മിനിമം ആകുന്ന പോയിന്റിലെല്ലാം കറണ്ട് മിനിമം ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് എന്താണ്, ഒരു അമ്മയും കുഞ്ഞും പോലെ ആയിരിക്കും പോകുന്നത്, അതായത് ഒരേപോലെ ആയിരിക്കും ആ യാത്ര. മനസ്സിലായല്ലോടാ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ്, ഫുൾ സൈക്കിളിൽ ഒരു സൈനസോയിഡൽ എ സി സോഴ്സിന്റെ ഫുൾ സൈക്കിളിൽ ആവറേജ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ആവറേജ് വോൾട്ടേജ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന, ആവറേജ് വോൾട്ടേജും 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് IRMS എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, IRMS എന്ന് പറയുന്നത്. ആൻഡ് V is V0 sin ഒമേഗ ടി, I is equal to I0 sin ഒമേഗ ടി. ഇനി അടുത്തതാണ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിനെ നമ്മൾ പറഞ്ഞ ഇതാണ് നമ്മുടെ വോൾട്ടേജിന്റെ ഗ്രാഫ്, ആൻഡ് ദിസ് ഇസ് കറണ്ടിന്റെ ഗ്രാഫ്. എന്തുകൊണ്ടാണ് കറണ്ട് കുറയുന്നതെന്ന് മനസ്സിലായല്ലോ. I is equal to V by R ആണ്. ദാറ്റ് മീൻസ് 1/R ആണ്, 1/R ടൈംസ് ഓഫ് V0 sin ഒമേഗ ടി ആണ് കേട്ടോ. ഓക്കെ അല്ലെ. ഇനി നോക്കിക്കേടാ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇൻ ഫേസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഈ കറണ്ടിനാണെങ്കിലും വോൾട്ടേജിനാണെങ്കിലും ഒരു വെക്ടർ, റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന ഈ ഒമേഗ ടി ഉണ്ടല്ലോ, ആ ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ കറണ്ടിനെ നോക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ വോൾട്ടേജ് അല്ലെ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V0 sin ഒമേഗ ടി, കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I0 sin ഒമേഗ ടി അല്ലെങ്കിൽ V0 ഡിവൈഡഡ് ബൈ R sin ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഒമേഗ ടി നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു, ആൻഡ് മാക്സിമം വോൾട്ടേജ് വാസ് V0. ആൻഡ് ഇതേ ഒമേഗ ടി ഇൻ ഫേസ് ആണല്ലോ, ഇതേ ഒമേഗ ടി തന്നെയാണ് കറണ്ട് ഫേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വാല്യൂല് ചെറിയ കുറവുണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ ആരോ മാർക്ക് ഇവിടെ വരും, അതുപോലെ തന്നെ V0ന്റെ വലുതായിട്ടും വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇതിനുള്ളിൽ കിടക്കുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ആൻഡ് ഐയും വിയും നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ അല്ലെ. ഇനി നമുക്ക് ഇവിടെ ആര് മാത്രം ഇല്ലാത്തുള്ളടാ, യെസ്, ആവറേജ് പവർ. ഓക്കെ, ആവറേജ് പവർ മാത്രമാണ് ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആവറേജ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, VIT ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഹീറ്റ് ചേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം VIDT എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ. അതിൽ വിന്റെ വാല്യൂ നമുക്കറിയാലോ, ദാറ്റ് ഇസ് V0 sin ഒമേഗ ടി. ഓക്കെ, ആൻഡ് ഐന്റെ വാല്യൂ നമുക്കറിയാലോ, ദാറ്റ് ഇസ് I0 sin ഒമേഗ ടി ഇൻടു DT. ഇനി ടോട്ടൽ ഇവിടെ ഉണ്ടായ ആവറേജ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എങ്ങനെ ഹീറ്റ് എന്നുള്ളത് വന്നത്, പവർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം വർക്ക് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ് അല്ലെ, എനർജി ബൈ ടൈം ആണെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടെ എനർജി ആയിട്ട് വരുന്നത് ഹീറ്റ് എനർജി ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഹീറ്റിന്റെ ഇക്വേഷൻ എടുത്തത്. ഓക്കെ അല്ലെ, ഹീറ്റിന്റെ ഇക്വേഷൻ എടുത്തു. ഇനി ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ DH നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ അല്ലെ. അങ്ങനെ ഈ DH നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു DT നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്
ഇവിടെ V0 സൈൻ I0 അല്ലെ, V0 I0 എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. സോ P average will be equal to integral of V0 sin omega t and I0 sin omega t into dt. അതിൽ V0യും I0യും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ആണ് ഉള്ളിലുള്ളത്. ഓക്കെ അല്ലെ? ആൻഡ് ഇതെന്താണ്? യെസ്, ടൈം പീരീഡ് ഉണ്ട് അല്ലെ? ഇതിന് വേണ്ടി എടുത്ത ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനർജി ബൈ ടൈം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി ഡിവൈഡഡ് ബൈ ടൈം ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. ഓക്കെ അല്ലെ? ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി, അതിന്റെ വാല്യൂ വന്നിട്ട് എന്താണ്? ഹാഫ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പി ആവറേജ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിട്ട് വരും? ദാറ്റ് വിൽ ബി ഹാഫ് ഇൻറ്റു V0 I0. കാരണം ഇത്രയും ടേമിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് ഹാഫ്. ആൻഡ് അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ അല്ലടാ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിനെ തന്നെ ഒന്നും കൂടെ മാറ്റി എഴുതുവാണ്. അതായത് V0 ഡിവൈഡഡ് ബൈ √2 I0 ഡിവൈഡഡ് ബൈ √2 അല്ലെ? ഈ 2നെ ഞാൻ എന്ത് ചെയ്തു? √2 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പം V0 √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VRMS, I0 √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IRMS എന്ന് വരും. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി ആവറേജ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സർക്യൂട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ AC വോൾട്ടേജ് അപ്ലൈ ടു ഇന്ന സർക്യൂട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്, ഇൻഡക്ടർ നമ്മൾ പറയും. അപ്പം ഇതിലൊക്കെ ചെയ്യേണ്ട എന്താണ്? ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, പിന്നെ V റെപ്രസെന്റ് ചെയ്തു, I റെപ്രസെന്റ് ചെയ്തു, ആവറേജ് വാല്യൂ ഓഫ് പവർ റെപ്രസെന്റ് ചെയ്തു, VI ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്തു. അതായത് വോൾട്ടേജും കറന്റിന്റെയും എങ്ങനെയാണ് ആ വേരിയേഷൻ വരുന്നത്, ഇൻ ഫേസ് ആണെങ്കിൽ ഇൻ ഫേസ് അവിടെ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് വാല്യൂസിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇനി അടുത്തതാണ് AC വോൾട്ടേജ് അപ്ലൈ ടു എ കപ്പാസിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് കപ്പാസിറ്ററിന്റെ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ അഗെയിൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്തു? AC സോഴ്സിനെ നമ്മൾ ഫസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അത് നിങ്ങൾക്ക് ഇപ്പം ഈസി ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാരണം വളരെ ഈസി അല്ലേ? കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ പോരെ. ആൻഡ് നമ്മൾ എഴുതി V0 സൈൻ ഒമേഗ ടി ആണ് V എന്ന് പറയുന്നത്. അപ്പം സർക്യൂട്ട് ഡയഗ്രത്തിന്റെ കഴിഞ്ഞു. V is equal to V0 സൈൻ ഒമേഗ ടി എന്നുള്ളത് കഴിഞ്ഞു. ഇനി കറണ്ട് is equal to നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് I is equal to I0 സൈൻ ഒമേഗ ടി അല്ലെ? I0 സൈൻ ഒമേഗ ടി ആണ്. സോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരത്തില്ല, പോസിറ്റീവ് മാത്രമായിട്ട് വരത്തില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ പോസിറ്റീവ് എല്ലാം ഡംപ് ആവും അല്ലെ? ഇവിടെ നെഗറ്റീവ് മൊത്തം ഡംപ് ആവും. ആൻഡ് വൺസ് അടുത്ത ഫേസിൽ, അടുത്ത സോഴ്സിൽ, അതായത് ഇതിപ്പം ഇങ്ങനെയാണ് വന്നത്, ഇതാണ് പോകാൻ പോകുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് ചാർജസ് ആവും അല്ലെ? പോസിറ്റീവിന് പകരം ഇവിടെ എല്ലാം നെഗറ്റീവ് ആവും. അപ്പൊ ഇത് ആദ്യം ന്യൂട്രലൈസ് ചെയ്യും അല്ലെ? ഇതാദ്യം ന്യൂട്രലൈസ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജസ് ഡംപ് ചെയ്യുന്നത്. ആൻഡ് പാരലലി ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ചാർജസ് ഡംപ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായി എന്താണ്? കറണ്ട് ആണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് അല്ലെ? കറണ്ട് ആണ് ഇവിടെ ആദ്യം ലീഡ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ലീഡ് ചെയ്യുന്ന ഗ്രാഫിനെ നമ്മൾ വരയ്ക്കുന്നത് കോസ് ഗ്രാഫ് ആയിരിക്കും നമ്മൾ വരയ്ക്കുക കേട്ടോ. ലീഡ് ചെയ്യുന്നതിന് കോസ് ഗ്രാഫും അതേപോലെ തന്നെ ലാഗ് ചെയ്യുന്നതിന് സൈൻ ഗ്രാഫും നമ്മൾ വരയ്ക്കും. ഓക്കെ അല്ലെ? ലാഗ് ചെയ്യുന്നതിന് സൈൻ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുക. അപ്പം ഇത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്? യെസ്, ലീഡ് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ കോസ് ഗ്രാഫ് ആണ്. ആൻഡ് ലാഗ് ചെയ്യുന്നതിന് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? സൈൻ ഗ്രാഫ് ആണ്. ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പപ്പണിയാണ്. യെസ്, ഇനി നമുക്ക് എത്ര ലീഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് അറിയാം I is equal to എന്താണ്? dq by dt അല്ലെ? dq by dt. ക്യൂവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? CV അല്ലെ? കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയാം. അപ്പം വിന്റെ അവിടെ എന്താ വരാ? V0 സൈൻ ഒമേഗ ടി. ഓക്കെ, V0 സൈൻ ഒമേഗ ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂവിനെ നമ്മൾ എഴുതി CV0 സൈൻ ഒമേഗ ടി എന്നുള്ളത് എഴുതി. അതായത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ വേണമെങ്കിൽ വൺ ഷോട്ട് തന്നെ കാണണം കേട്ടല്ലോ. അപ്പം dq by dt. സോ അതിൽ നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്താൽ മതി? I is equal to d by dt of CV0 സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലെ? CV0 സൈൻ ഒമേഗ ടി നമ്മൾ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ C എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതേപോലെ തന്നെ ഒമേഗ അല്ലെ? സൈൻ നമ്മൾ എന്താ പറയാ മാറ്റുമ്പോൾ, അതല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഇൻറ്റു ഒമേഗ എന്നുള്ള ടേം ആയിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടി C ഒമേഗ ഇൻറ്റു ഇവിടെ എന്താ വരാ? സൈൻ ഒമേഗ ടിക്ക് പകരം എന്താ വരാ? കോസ് ഒമേഗ ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻ അറിയാലോ. നമുക്ക് അറിയുന്ന റിലേഷൻ എന്താണ്? യെസ്, കോസ് തീറ്റ which is equal to sin theta plus pi by 2. ഓക്കെ അല്ലെ? sin theta plus pi by 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഐനെ ഞാൻ കോസിന്റെ ടേംസിൽ എഴുതുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതാം? സൈനിന്റെ ടേംസിലോട്ട് മാറ്റാം. എങ്ങനെ എഴുതിയാൽ മതി? ഇവിടെ എനിക്ക് കിട്ടിയത് കോസ് ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻ ടേംസ് ഓഫ് സൈനിന്റെ ടേമിൽ എനിക്ക് കിട്ടും. അതെന്തിനാണ് ഞാൻ കിട്ടിക്കുന്നത്? എനിക്ക് കമ്പയർ ചെയ്യാനാണ്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായി കറണ്ട് ഇവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. എത്ര ലീഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് എനിക്ക് ഈ ഒരു സൈനിന്റെ ടേമിലോട്ട് മാറ്റിയാൽ മതി. കാരണം എനിക്ക് ഓൾറെഡി അറിയാം V എന്ന് പറയുന്നത്
എന്താണ് v is equal to v0 sin omega t ആണ്. ആൻഡ് ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട് π/2. സോ എനിക്ക് മനസ്സിലായി ഇത് ഇൻ ഫേസ് അല്ല, π/2 ലീഡിംഗ് ആണ് കറണ്ട്. ഓക്കെ അല്ലെ, π/2 ലീഡിംഗ് ആണ് കറണ്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് നമുക്കറിയാലോടാ, ഇവിടെ I0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് റെപ്രസെന്റ്സ് വാട്ട് V0 by R ആണ്. ഇവിടെ R ന് പകരം ഇവിടെ ആരാ ഉള്ളത്? സി ഒമേഗ അല്ലേ ഉള്ളത് അല്ലെ, ഇവിടെ സി ഒമേഗ ആണ് ഉള്ളത്. സോ ആ സി ഒമേഗന്, അതായത് ഇവിടെ മുകളിലായിരിക്കും സി ഒമേഗ ഉണ്ടാവുക. സോ ഞാൻ എഴുതി 1 by സി ഒമേഗ. ഓക്കെ അല്ലെ, V0 sin ഒമേഗ ടി പ്ലസ് π/2. ഓക്കെ അല്ലെ, ഈ 1 by സി ഒമേഗ എന്ന് പറയുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. ഓക്കെ അല്ലെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് പറയുന്നത് അത് ഇൻ ടേംസ് ഓഫ് ഒമേഗ, അല്ലെങ്കിൽ നമ്മൾ ഓമിന്റെ യൂണിറ്റ് സെയിം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്, ഓം തന്നെയാണ് പറയാം. ഓക്കെ അല്ലെ, ആൻഡ് ദിസ് V0 ഡിവൈഡഡ് ബൈ 1 by സി ഒമേഗനെയാണ് നമ്മൾ പറയുന്നത് എന്താടാ? യെസ്, I0 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, 1 by സി ഒമേഗയാണ് നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് വരയ്ക്കണം അല്ലെ. യെസ്, ഇവിടെ കപ്പാസിറ്റർ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു ലീഡ് ചെയ്യുന്നത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഗ്രാഫ് എങ്ങനെയാണ് വരിക? യെസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം ആരുടെയാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ്? കറണ്ട് ആണ്. അപ്പം നമ്മൾ കറണ്ടിന് എന്ത് ചെയ്യണം? യെസ്, കോസ് ഗ്രാഫ് വരയ്ക്കണം അല്ലെ, കോസ് ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ അല്ലെ, കോസ് ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് ലാഗ് ആണ് അല്ലെ, വോൾട്ടേജ് ലാഗ് ആണ്. അപ്പൊ അതിനെന്താ നമ്മൾ വരയ്ക്കുക? സൈൻ ഫംഗ്ഷൻ ആണ് വരിക. അപ്പൊ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കറണ്ട് മാക്സിമം ആകുന്ന സമയത്ത് വോൾട്ടേജ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ആൻഡ് വോൾട്ടേജ് മിനിമം ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കണം? കറണ്ട് മാക്സിമം ആയിരിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന കറണ്ട് ആണ് കേട്ടോ. ഓക്കെ, കോസ് ഫംഗ്ഷൻ ആയിട്ട് വരച്ചിട്ടുള്ളത് കറണ്ട് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് മിനിമം ആവുന്ന സമയത്ത് വോൾട്ടേജ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഓക്കെ അല്ലെ, അഗെയിൻ കറണ്ട് മാക്സിമം ആണ്, അപ്പം ഇവിടെ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ അല്ലെ, ആൻഡ് അഗെയിൻ കറണ്ട് മിനിമം ആയി, അപ്പം ഇവിടെ മാക്സിമം വോൾട്ടേജ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു സൈൻ വേവ് നമ്മൾ വരച്ചു. എങ്ങനെയാ വരച്ചത്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് മാക്സിമം ആകുന്ന സ്ഥലത്ത്, അതായത് 90 ഡിഗ്രിയാണ് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ 0 ആണ്, ഇവിടെ π/2 വരും. ഓക്കെ, ഇവിടെ π വരും, ആൻഡ് ഇവിടെ 3π/2 വരും, ആൻഡ് ഹിയർ ഇറ്റ് ഇസ് π. ഓക്കെ, സോറി 2π. ഓക്കെ അല്ലെ, ഇങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് വരാം. സോ ഓരോ ഫേസ് ഡിഫറൻസിലും നമ്മൾ എന്താ ചെയ്തത്? യെസ്, ഇവിടെ മാക്സിമം ആകുന്ന സമയത്ത്, കറണ്ട് മാക്സിമം ആകുന്ന സമയത്ത് എന്താ പറയുക, വോൾട്ടേജ് മിനിമം ആണ്. എന്തുകൊണ്ടാണ്? അവിടെ π/2 ഡിഫറൻസ് ആണ്. ആൻഡ് ലീഡിംഗ് ആരാണ്? ലീഡിംഗ് വന്നിട്ട് കറണ്ട് ആണ്. ഓക്കെ അല്ലടാ? യെസ്, അപ്പം അതും സെറ്റ് ആയെന്ന് വിചാരിക്കണം. ഈ ഫേസർ ഡയഗ്രാം വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരയ്ക്കുക? യെസ്, ഇവിടെയാണ് നമ്മുടെ എന്താ പറയാ V വരുന്നത്, ആൻഡ് ദിസ് ഇസ് ദ ആംഗിൾ ഒമേഗ ടി. നമുക്കറിയാലോ കറണ്ട് π/2 ആംഗിൾ ലീഡിംഗ് ആ അല്ലെ, അപ്പം I0 വിൽ ബി ഹിയർ. ഓക്കെ അല്ലെ, ആൻഡ് ദിസ് വിൽ ബി π/2. ഓക്കെ അല്ലെ, 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം ഫോർ എന്താ പറയുക, കപ്പാസിറ്റീവ് സർക്യൂട്ട്, പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇഫ് ഇറ്റ് ഇസ് വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് ദി ഗ്രാഫ്. അതായത് ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? കപ്പാസിറ്റീവ് റിയാക്ഷൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1 by ഒമേഗ. ഓക്കെ അല്ലെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും? XCയും ഇതും തമ്മിലുള്ള ഗ്രാഫ് ഏറെക്കുറെ ഇതുപോലെ ആയിരിക്കും വരയ്ക്കുന്നത്. ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇനി അടുത്തതാണ് AC വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. സോ ഹിയർ നമുക്കറിയാം വിന്റെ വാല്യൂ V0 sin ഒമേഗ ടി. ഓക്കെ അല്ലെ, ഇനി അടുത്ത നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു V is equal to എന്തായിരുന്നു? LdI/dt ആണ്. അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ എന്താ പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ LdI/dt വരും. സോ നമുക്കറിയാലോടാ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, LdI/dt കണ്ടുപിടിക്കണം. സോ L into di/dt എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? യെസ്, നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ആൻഡ് ഫൈനലി വി ഗോട്ട് ദ റിസൾട്ട് ആസ് I of t which is equal to V0 L omega sin omega t minus π/2 എന്ന് വരും. അപ്പം അവിടെ നമുക്ക് കോസിന്റെ ടേംസിലാണ് കിട്ടുക, ആൻഡ് നമ്മൾ അതിനെ എന്താ പറയാ, സൈൻ്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ അല്ലടാ? അതായത് സൈൻ തീറ്റ മൈനസ് π/2. ഓക്കെ, തീറ്റ മൈനസ് π/2 which is equal to മൈനസ് കോസ് തീറ്റ. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടേമിലോട്ട് എത്തിച്ചത് കേട്ടോ. ആൻഡ് ഓൾസോ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും ആവറേജ് പവർ ലോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. കപ്പാസിറ്റീവ് ആയിക്കോട്ടെ ഇൻഡക്റ്റീവ് ആയിക്കോട്ടെ ആവറേജ് പവർ ലോസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് അതിന്റെ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു I0 എന്ന് പറയുന്നത് V0 by L omega, and this L omega is known as what? XL, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ യൂണിറ്റ് വരുന്നത് ഓം ആയിരിക്കും. ഓക്കെ അല്ലടാ? ഇനി അതേപോലെ തന്നെ ഈ IRMS ഉം VRMS ഉം അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സോ ആവറേജ് പവറിന്റെ വാല്യൂ 0 ആണ്. അഗെയിൻ നമുക്കറിയാം ഇവിടെ നമുക്ക് മനസ്സിലായി കറണ്ട് എന്ന് പറയുന്നത് π/2 ലാഗ് ആണ്. ഓക്കെ അല്ലെ? ലാഗ് ആണെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ ആണ് വരയ്ക്കുന്നത്? സൈൻ ആണ്. ഓക്കെ അല്ലെ? ആൻഡ് വോൾട്ടേജ് എന്താ പറയാ, ലീഡിംഗ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ് ഗ്രാഫും വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത്
നമ്മളിപ്പം നമ്മൾ പറഞ്ഞല്ലോ കറണ്ട് ആണ് ലാഗ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് ഞാൻ സൈൻ ഫംഗ്ഷൻ വരച്ചു. ഓക്കെ അല്ലെ, കറണ്ട് ലാഗ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, ലീഡ് ചെയ്യുന്നത് ആരാണ്, വോൾട്ടേജ് ആണ്. അപ്പൊ എനിക്ക് കോസ് ഫംഗ്ഷനാണ് വരേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും, ഇവിടെ അതിന്റെ മിനിമം വാല്യൂ ആയിരിക്കും. എഗെയിൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിമം ആണ്. സോ എഗെയിൻ ഇവിടെ എന്ത് വരും, സോറി യെസ്, ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ വരണം. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് വന്നല്ലോടാ. അതായത് ദിസ് വിൽ ബി ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരയ്ക്കുന്നത്. അതായത് ഇവിടെ മാക്സിമം മിനിമം ആയ സമയത്ത്, കറണ്ട് മിനിമം ആയ സമയത്ത് ഇവിടെ വോൾട്ടേജ് മാക്സിമം ആയിരുന്നു. ആൻഡ് ഇവിടെയാണ് കറണ്ട് മാക്സിമം വന്നത്, അപ്പൊ ഇവിടെ വോൾട്ടേജ് മിനിമം ആയി. ഇനി അടുത്തത് ഇവിടെ വന്നപ്പോൾ രണ്ടും മിനിമം ആയി പോയല്ലേ, സോറിടാ. ഓക്കെ, സോ നമ്മൾ അടുത്തത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരാ, ഇവിടെ മിനിമം അല്ലേ, യെസ്, ഇവിടെ ഇത് വരച്ചത് ആകെ വൃത്തികേടായി പോയി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ മിനിമം വന്നു, അതുപോലെ തന്നെ ഇവിടെ കറണ്ടിന്റെ മിനിമം വാല്യൂ ആണ്. സോ ദിസ് ഷുഡ് ബി എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കണം. ആൻഡ് ഇവിടെ മാക്സിമം വാല്യൂ ആണ്. സോ ദിസ് ഷുഡ് ബി മിനിമം വാല്യൂ ആയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഈ ഗ്രാഫ് വൃത്തിക്കുള്ളത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് LCR സർക്യൂട്ടിലാണ്. അതായത് ഒരു ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ എക്സാക്ട്ലി ദ സെയിം നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, യെസ്, നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം അല്ലെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ആ സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാ, സിമ്പിളാ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ കണക്റ്റഡ് ടു എനർജി സോഴ്സ്. ഓക്കെ അല്ലടാ, AC സോഴ്സ്. ഇത്രയുമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് V is equal to എന്താണ്, V0 sin omega t ആണ്. ഓക്കെ അല്ലടാ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ അല്ലെ, അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ നമുക്കറിയാം ഇവിടെ നിന്ന് എത്ര വോൾട്ടേജ് ആണോ പോകുന്നത് ആ വോൾട്ടേജ് എല്ലാം ഇവിടെ എന്തായി പോകും, ലോസ് ആയി പോകും അല്ലെ, ഇവിടെ മൂന്നുമായിട്ട് ലോസ് ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുവാണ് VL പ്ലസ്, ഓക്കെ, ഇവിടെ ഉണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് VC പ്ലസ് ഇവിടെ ഉണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് VR. ഓക്കെ അല്ലെ, സോ ഇത്രയും ഇതിന് ഈക്വൽ ആയിരിക്കും ഇവിടെ നിന്ന് കൊടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ലെറ്റ്സ് സേ സപ്പോസ് ഞാൻ ഒന്ന് കൺസിഡർ ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് നമ്മൾ പറഞ്ഞല്ലോടാ, ഫേസർ ഡയഗ്രാം. അപ്പൊ ഫസ്റ്റത്തെ കേസിലത്തെ അതായത് നമ്മുടെ വോൾട്ടേജും കറണ്ടും, സോറി വോൾട്ടേജും റെസിസ്റ്ററും മീൻസ് റെസിസ്റ്റൻസും മാത്രമല്ല, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ദാറ്റ് ഈസ് VR അല്ലെ. ആൻഡ് നമുക്കറിയാം എന്താണ്, ഒരു π/2 ലാഗ് വരുന്നുണ്ട് അല്ലെ, π/2 ലാഗ് വരുന്നുണ്ട് കപ്പാസിറ്റൻസിന്. ആൻഡ് ഹിയർ ഒരു π/2 ലാഗ് വരുന്നുണ്ട്, സോറി ലീഡ് വരുന്നുണ്ട്. ഏത് സർക്യൂട്ടിലാണ്, നമ്മുടെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. സോ ദിസ് ഇസ് VL. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചിന്തിക്കുവാണ്, VL ഗ്രേറ്റർ ആണ്. ഓക്കെ അല്ല, VL is greater than VC എന്ന് ഞാൻ എടുക്കുവാണ്. ഓക്കെ അല്ലടാ, ഇത് ഫേസർ ഡയഗ്രാം അല്ലേ. സോ ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യുവാണ്, നേരെ തിരിച്ചു എടുക്കാട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ VC is greater than VL എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതായത് എനിക്കിപ്പം VL ഗ്രേറ്റർ ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചെറിയൊരു മാറ്റം വരും അല്ലേ. എങ്ങനെ എന്റെ ഗ്രാഫ് വരുന്നത്, യെസ്, VL എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിനും റിസൾട്ടന്റ് ആയിട്ട് എങ്ങനെ വരാം, ദിസ് ഇസ് VR. ഓക്കെ അല്ലേ. ആൻഡ് ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം, VL മൈനസ് VC ആയിരിക്കും വരുന്നത് അല്ലടാ, VL മൈനസ് VC ആണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് അഗൈൻ VR. ആൻഡ് ഈ ഒരു VL മൈനസ് VC നെ ഞാൻ ഇവിടേക്ക് വെച്ചു. ഓക്കെ അല്ലേ, VL മൈനസ് VC നെ ഞാൻ ഇവിടേക്ക് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ ഒരു രണ്ട് സംഭവത്തിനും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ പോലെ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലേ. ആൻഡ് ദിസ് വിൽ ഗീവ് വാട്ട്, ഇവിടത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇവിടത്തെ വോൾട്ടേജ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഇതിനെ ഞാൻ വിളിക്കുന്നതാണ് ഇംപിഡൻസ്. ഓക്കെ അല്ലേ, ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്, ഇംപിഡൻസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എന്താ പറയാ വോൾട്ടേജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എക്സാക്ട്ലി ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ റിയാക്ടൻസ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ ഹിയർ ഇറ്റ് ഇസ് റെസിസ്റ്റൻസ് ആൻഡ് ദിസ് വിൽ ബി XL മൈനസ് XC. ഓക്കെ അല്ലേ, ഇവിടെ വോൾട്ടേജ് റിസൾട്ടന്റ് വോൾട്ടേജ് ആണ് കേട്ടോ, ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്, ദാറ്റ് ഇസ് സെഡ് ഇംപിഡൻസ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കാതെ എങ്ങനെയായിരിക്കും വരുന്നത്, യെസ്, റൂട്ട് ഓഫ് XL മൈനസ് XC the whole square plus R square ആണ് എന്തെന്ന് പറയാം, ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ വോൾട്ടേജിന്റെ കാര്യം നമുക്ക് എങ്ങനെ പറയാം, VL മൈനസ് VC the whole square മൈനസ് VR square എന്ന് വരും. ഓക്കെ അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം IXL ആണ് അല്ലെ, ഇവിടെ ആണെങ്കിൽ IXC ആണ് മൈനസ് IR square. ഓക്കെ അല്ലേ, I ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അതായത് V/I. ഓക്കെ അല്ലെ, V/I എന്ന് ഞാൻ, അതായത് I നെ ഞാൻ പുറത്തേക്ക് എടുത്തു, വിന്റെ ഇപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നത്, XL മൈനസ് XC the whole square മൈനസ് R square എന്ന് വരും അല്ലെ, റൂട്ട് ഓഫ് ഈ സംഭവം വരും. അങ്ങനെയാണെന്ന് ഇവിടെയൊക്കെ റൂട്ട് ഉണ്ട് കേട്ടോ,
ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടി. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് എന്താണ്? വി ബൈ ഐ. അതായത് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പം വി ബൈ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഇംപിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എൽ സി ആർ സർക്യൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ. ഇനി അടുത്തത് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ആൻഡ് ആംഗിളിന്റെ വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ടാൻ ഫൈ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഫൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ആൻഡ് ദിസ് വാല്യൂ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ആൻഡ് എക്സ് സിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, നമുക്ക് 1/c ഒമേഗ കൊടുക്കാം. ആൻഡ് ഓൾസോ എല്ലിന് നമുക്ക് എന്ത് കൊടുക്കാം? എൽ ഒമേഗ എന്നും കൊടുക്കാം. ഓക്കെ അല്ലേ? സോ അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൽ നമ്മൾ കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മറ്റേ നമ്മൾ പറഞ്ഞല്ലോ V0 by R എന്ന് പറഞ്ഞല്ലോ. ഹിയർ ദിസ് R റെസിസ്റ്റൻസ് വിൽ ബി ഇംപിഡൻസ്. ഓക്കെ അല്ലേ? സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ആൻഡ് ഫൈവിന്റെ വാല്യൂ ആണ് ദിസ് വൺ. ആൻഡ് എഫക്റ്റീവ് ഈ സെഡിന്റെ വാല്യൂ ആണ് ദിസ് തിങ്. ഓക്കെ അല്ലേ? ദിസ് ഇസ് ദ ഇംപിഡൻസ് ട്രയാങ്കിൾ ദാറ്റ് ഓൾസോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. മനസ്സിലായല്ലോടാ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി എൽ സി ആർ സർക്യൂട്ടിലെ ഇത് പറഞ്ഞു. ഇനി നമ്മൾ എക്സസ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സൽ, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസിനെക്കാട്ടിലും ചെറുതാണ് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്തായിരിക്കും? ഇറ്റ് ഇസ് പ്രിഡോമിനന്റ്ലി കപ്പാസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എക്സസ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രിഡോമിനന്റ്ലി കപ്പാസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഫൈവ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഫൈവ് വിൽ ബി പോസിറ്റീവ് അല്ലെ? നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അവിടെ നമുക്ക് പറയാം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ആൻഡ് ദാറ്റ് ആംഗിൾ വിൽ ബി പൈ ബൈ 2. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രിഡോമിനന്റ്ലി ഇൻഡക്റ്റീവ് ആണ്. ആൻഡ് ഫൈ ഷുഡ് ബി നെഗറ്റീവ് ആൻഡ് കറണ്ട് ലാഗ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് 5/2. Okay, Lada. Look at the circuit shown below. Name the circuit and write the equation of instantaneous value of EMF applied. So this is indicating LCR. Okay, അല്ലേ? ഇനി EMF ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? That is nothing but EMF ന്റെ വാല്യൂ E is equal to അല്ലെങ്കിൽ V is equal to V0 sin omega t plus phi എന്ന് റെപ്രസെന്റ് ചെയ്യാം. Draw the phasor diagram. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് phasor diagram വരയ്ക്കുന്നത്? ഓക്കെ അല്ലടാ? This is the നമ്മൾ ഫസ്റ്റ് വരച്ച ആക്സിസ്. ഇവിടെ നമുക്കറിയാം ഒമേഗ ടി ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഒമേഗ ട്രീ ഉണ്ട്. ദിസ് ഇസ് VR എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലെ? ദിസ് ഇസ് VR അല്ലെങ്കിൽ VO നമുക്ക് VR എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്കറിയാം കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു π/2 ലാഗ് ആണ്. സോ ദിസ് ഇസ് VC. ഓക്കെ അല്ലെ? ആൻഡ് ഓൾസോ ഒമേഗ ടീനെ വിത്ത് റെസ്പെക്ട് ടു π/2 കൂടുതലാണ് ആർക്ക്? VL എന്ന് പറയുന്നത്. സോ ദിസ് വേ വി ക്യാൻ റെപ്രസെന്റ് ദ ഫേസർ ഡയഗ്രം. ഓക്കെ അല്ലടാ? ഇനി റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ഇംപിഡൻസ് നമുക്കറിയാം, ഫൈ അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് വെൻ എക്സൽ, അതായത് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻഡക്റ്റീവ്. A series LCR circuit is connected to AC sources as shown below. Under what condition the circuit is used to be toning radio? That is resonance. Okay അല്ലെ? റെസൊണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഫ്രീക്വൻസി ഉണ്ട്. ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ സി ആർ സർക്യൂട്ടിന്റെ റെസൊണൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എൽ. എക്സ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/c ഒമേഗ ആണ്. ആൻഡ് എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഒമേഗ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, നമുക്ക് ഒമേഗ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, √1/LC അല്ലെ? ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/c ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഒമേഗ അല്ലേ? അപ്പൊ ഒമേഗനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/CL അല്ലെങ്കിൽ LC വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. ആൻഡ് ഒമേഗ എടുക്കുമ്പോൾ എന്തായിട്ട് വരും? 1/√LC എന്നും വരും. ഓക്കെ അല്ലേ? സോ ഇവിടെ ഒമേഗ അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ നമ്മൾ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? 2πf അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2πf വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? √1/LC. സോ അങ്ങനെയാണെങ്കിൽ F ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2π√1/LC എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി. അതായത് XS ഈസ് ഈക്വൽ ടു XL വരുന്ന സിറ്റുവേഷൻ ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് അടിച്ചു. ഓക്കെ, വൺസ് നമ്മൾ ആ ഒരൊറ്റ ഒരു ഫോഴ്സ് അല്ലാതെ നമ്മൾ പിന്നെ ഫോഴ്സ് കൊടുക്കുന്നില്ല. പക്ഷെ അത് എന്ത് ചെയ്യുവാണ്? കണ്ടിന്യൂസ്ലി നിന്നിട്ട് എന്ത് ചെയ്യും? യെസ്, അതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഫ്രീക്വൻസിയിൽ, അതായത് ഇതേ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ അടിച്ചിട്ട് ആ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മളൊരു ഡസ്കിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഡസ്കിൽ നിന്ന് നമുക്ക് ഒരു സൗണ്ട് കേൾക്കാം. അതെന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്.
ഓക്കെ അല്ലെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. സോ വൺസ് എക്സ് സിയും എക്സ്എല്ലും സെയിം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് അവിടെ റെസൊണന്റ് ഫ്രീക്വൻസി ആണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു റെസൊണന്റ് ഫ്രീക്വൻസി ഓക്കെ അല്ലെ, അതായത് നമ്മുടെ LCR സർക്യൂട്ടിൽ നിന്നും ജനറേറ്റ് ആവുന്ന ഈ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതേ ഫ്രീക്വൻസിയിൽ എവിടെന്നെങ്കിലും, അതായത് ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്നൊക്കെ വരുന്ന സെയിം വേവ് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? യെസ്, ഇത് രണ്ടും കൂടെ മെർജ് ആവും, അല്ലെങ്കിൽ ഇത് രണ്ടും ആംപ്ലിഫൈ ചെയ്യും അല്ലെ. എക്സാക്ട്ലി നമ്മൾ നോക്കിക്കേ, ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഡസ്കിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും ഡസ്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എന്താവുക? യെസ്, ഇത് കൂടെ കമ്പൈൻഡ് ആവുകയാണ് അല്ലെ. കമ്പൈൻഡ് ആയിട്ട് എന്താവും? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ജനറേറ്റ് ആവും. എക്സാക്ട്ലി ദ സെയിം വേ നമ്മുടെ റേഡിയോയിലൊക്കെ നമുക്കറിയാം ഒരു ആന്റിന ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഇത് എന്ത് ചെയ്യും? യെസ്, ഇതേ സെയിം ഫ്രീക്വൻസി LCR സർക്യൂട്ടിന്റെ അതേ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി കിട്ടി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. ആൻഡ് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ എന്തായിരിക്കും? ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും ആൻഡ് ഇൻ ദ ഫോം ഓഫ് സൗണ്ട് ആയിട്ട് അത് ജനറേറ്റ് ആവും. ഓക്കെ അല്ലടാ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ കറന്റ് through AC circuit depends on magnitude of the applied voltage and impedance of the circuit, right? Any two factors on which the impedance of LCR circuit depends. ഒന്നാമത്തെ കാര്യം അതിന്റെ ആംഗുലർ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അതിന്റെ റെസിസ്റ്റൻസും. ഇനി അടുത്തത് draw an impedance diagram for the LCR circuit and write the expression for power factor. Power factor is 5. ഓക്കെ അല്ലേ? അതാണ്, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. യെസ്, അഗൈൻ റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേടാ, യെസ് LCR റെസൊണൻസ് സർക്യൂട്ട് ഇൻ LCR സർക്യൂട്ട് എന്ന് പറയുമ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, യെസ്, എ സീരീസ് LCR സർക്യൂട്ട് is said to be in resonance condition when the current through it has the maximum value. ഓക്കെ അല്ലേ? കറണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കണം? മാക്സിമം വാല്യൂ ആയിരിക്കണം. ഇനി കറണ്ട് will be maximum when Z is minimum. ഓക്കെ അല്ലേ? കറണ്ട് എപ്പോഴും മാക്സിമം ആകുന്നത് എപ്പോഴായിരിക്കും? Z റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കുമ്പോഴായിരിക്കും കറണ്ട് മാക്സിമം ആകുന്നത്. ആൻഡ് Z will be minimum if XL is equal to XC വരുമ്പോഴായിരിക്കും Z മിനിമം വരുന്നത്. കാരണം എന്താ? Z ന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് XL മൈനസ് XC all square plus R square ആണ് അല്ലെ. അപ്പം ഈ ഒരു രണ്ട് വാല്യൂസും സെയിം ആയി പോയിട്ടുണ്ടെങ്കിൽ ഇത് പോകും. ദാറ്റ് മീൻസ് Z is equal to R ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ആൻഡ് ദാറ്റ് is Z will be minimum if XL is equal to XC and we can write it as L omega is equal to 1 by omega C and frequency will be this one and this is the resonant frequency. This we have already discussed. ഇനി അടുത്തത്, a series LCR circuit is said to be in the resonance condition when the current through it has maximum value. ഓക്കെ അല്ലേ? അതായത് ഒരു LCR സർക്യൂട്ട് റെസൊണന്റ് കണ്ടീഷനിലാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് എന്തായിരിക്കണം? മാക്സിമം വാല്യൂ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ആൻഡ് ഫൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം എന്താണ്? ടാൻ ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0 കിട്ടണം. ഓക്കെ, അപ്പൊ ഫൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് കറണ്ട് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദിസ് വാല്യൂ. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഇനി അടുത്തത് പവർ ഇൻ AC സർക്യൂട്ട്. ഓക്കെ, പവർ ഇൻ AC സർക്യൂട്ട് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ആവറേജ് പവർ ഇൻ AC സർക്യൂട്ട് over one cycle is equal to V0 I0 divided by 2 cos phi. Okay, and also we can write it as V0 by root 2 I0 by root 2 cos phi. That is VRMS into IRMS into cos phi. Okay, and cos phi is the power factor of the circuit. Okay, and ഈ average നെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. Okay, yes. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോമേഴ്സ്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. അപ്പൊ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, ലോ വോൾട്ടേജിനെ നമുക്ക് ഹൈ വോൾട്ടേജിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലെ? അപ്പ് കൂട്ടുക. ഇനി സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ വോൾട്ടേജിൽ നിന്നും ലോ വോൾട്ടേജിലോട്ട്. ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും നമുക്ക് വേണം. കാരണം എന്താണ്? നമുക്ക് എന്താ പറയാ, നമുക്ക് ഹൈ വോൾട്ടേജിൽ വരുന്നതാണ് നമുക്ക് ചെറിയ ഫ്രീ വോൾട്ടേജ് ആയിട്ട് 230 വോൾട്ടിൽ നമുക്ക് വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ തീർച്ചയായിട്ടും ട്രാൻസ്ഫോമേഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തായാലും വേണം. സോ അതിന്റെ സ്ട്രക്ചർ ആണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു കോർ ഉണ്ട്. ഓക്കെ, അതൊരു സോഫ്റ്റ് അയൺ കോർ ആയിരിക്കും കേട്ടോ. സോഫ്റ്റ് അയൺ കോർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കോയിൽസ് ഉണ്ട് അല്ലെ. സോ ഇതിനെ ഞാൻ വിളിക്കുന്നതാണ് പ്രൈമറി. ഓക്കെ, പ്രൈമറി ആൻഡ് ദിസ് ഇസ് സെക്കൻഡറി. ഓക്കെ അല്ലേ? അപ്പം ഈ പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് N1 എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് N2 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ട്രാൻസ്ഫോമർ ഇസ് വർക്കിംഗ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ അല്ലെ? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ ഒരു സ്ഥലത്ത് AC സോഴ്സ് കൊടുത്തു. ഇവിടെ നമ്മൾ പ്രൈമറി കോയിലിൽ എന്ത് ചെയ്തു? AC സോഴ്സിനെ നമ്മൾ കൊടുത്തു അല്ലെ. പ്രൈമറി കോയിലിൽ നമ്മൾ എന്ത് ചെയ്തു? AC സോഴ്സിനെ നമ്മൾ കൊടുത്തു. അങ്ങനെ AC സോഴ്സിനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന EMF കാരണം ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നു. ഇവിടെ എന്തുണ്ടാകുന്നു? ഇവിടെ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നു, അതായത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ അല്ലടാ? സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് N1 and N2 are the number of turns in the primary and secondary windings respectively.
ഓക്കെ അല്ലടാ. ആൻഡ് നമ്മൾ പറഞ്ഞു പ്രൈമറിയിലാണ് നമ്മൾ എ സി സോഴ്സിനെയും കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇവിടുത്തെ ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും d∅dt അല്ലെ. ആൻഡ് ദിസ് സെക്കൻഡറി കോയിലും എന്തായിരിക്കും d∅dt. ക്ലിയർ ആയില്ലോടാ. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ദർ ഇസ് എ മൈനസ് അല്ലെ, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരിക്കും. എങ്ങനെ മൈനസ് വരുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ പഠിച്ചത്? യെസ്, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ വാല്യൂ വേഴ്സസ് ഈക്വൽ ടു മൈനസ് d∅dt ആണ് അല്ലെ. ഇനി നിങ്ങൾക്ക് ഇവിടെ V1 എന്ന് റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. V1 which is equal to minus d∅dt അല്ലെങ്കിൽ V2 which is equal to minus d∅dt എന്ന് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ അതായത് V1 എന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മൈനസ് N1, ഇവിടെ ആണെങ്കിലോ മൈനസ് N2 d∅dt അല്ലെ. കാരണം ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഡിഫറെന്റ് ആണ്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്, ഫൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ല. അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉള്ള ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ മക്കളെ നമ്മുടെ ഫസ്റ്റത്തെ കാര്യം, അതായത് നമ്മൾ എന്താ പറയാ V1 which is equal to N1 d∅dt. ഓക്കെ, നെഗറ്റീവ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. V2 is equal to N2 d∅dt. അങ്ങനെയാണെങ്കിൽ V1 by V2 എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? N1 by N2 കിട്ടും. ഓക്കെ അല്ലെ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഫസ്റ്റത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലെ. മോഡുലസ് എടുക്കുമ്പോൾ കേട്ടോ, നെഗറ്റീവ് ഉണ്ടെങ്കിലും ക്യാൻസൽ ആയി തന്നെ പോകും. മോഡുലസ് എടുത്തു കഴിഞ്ഞാലും N1 by N2 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലെ. ദിസ് നെഗറ്റീവ് sign shows that the EMF induced in the secondary coil is 180 degree out of the phase with എന്താണ് ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇപ്പൊ നമുക്ക് കിട്ടി V1 by V2 which is equal to N1 by N2 എന്നുള്ളത് കിട്ടി. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് അപ്പ് അല്ലെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? നമുക്കറിയാം എന്താണ് N2 by N1 which is equal to എന്താണ് V2 by V1 ആണ് അല്ലെ. N2 by N1 which is equal to V2 by V1 ആണ്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? N1 ന്റെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ദിസ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ അല്ലെ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂ കൂടണം അല്ലെ. ഔട്ട്പുട്ടിന്റെ വാല്യൂ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ V2 അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സെക്കൻഡറി കോയിൽ എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ VS എന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ അല്ലെ. സോ VS ന്റെ വാല്യൂ എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അതാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു വാല്യൂ മാക്സിമം വരണമെങ്കിൽ നമുക്കറിയാം N2 by N1 into V1 അല്ലേ. സോ V1 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ N1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? യെസ്, ഇത് കൂടണം. V2 കൂടണമെങ്കിൽ N1 ന്റെ വാല്യൂ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. N2 ന്റെ വാല്യൂ വേണം കൂടുതലാവാനായിട്ട് അല്ലടാ. സോ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. V2 മാക്സിമം ആകണമെങ്കിൽ നമ്മൾ N1 കുറവായിരിക്കണം, N2 കൂടുതലായിരിക്കണം കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ അല്ല. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ആവും. ഇനി അടുത്തത് നോക്കിക്കേ, സ്റ്റെപ്പ് ഡൗൺ ആണ്. ദാറ്റ് മീൻസ് V2 ന്റെ വാല്യൂ കുറയണം. V2 ന്റെ വാല്യൂ കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, N1 ന്റെ നമ്പർ ഓഫ് കോയിൽസ് ഇൻ ദി പ്രൈമറി കോയിൽ നമുക്ക് കൂട്ടി വെച്ചാൽ മതി. അപ്പം എന്തായിരിക്കും? യെസ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കുറയും. ഓക്കെ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം. സോ വോൾട്ടേജ് കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ഇത്. ഇനി അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അറിയാം? യെസ്, ഈ കുട്ടി എഫിഷ്യന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന ഔട്ട്പുട്ട് സെറ്റ് ആയിരിക്കണം അല്ലെ. നമ്മൾ ഇത്രയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് ഇത്രയും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പം ആ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. പവർ വിച്ച് ഇസ് ഈക്വൽ ടു VI അല്ലടാ, VI അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? V2 I2 അല്ലെ ഡിവൈഡഡ് ബൈ എന്താണ്? V1 I1 എന്ന് വരും. ക്ലിയർ അല്ലെ. ഔട്ട്പുട്ട് V2 I2 ഡിവൈഡഡ് ബൈ V1 I1 എന്ന് വരും. ഇതാണ് എഫിഷ്യൻസി. ഇനി പവറിനെ തന്നെ, പവറും അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം? യെസ്, പവറും അതുപോലെ തന്നെ പവറിന്റെ റിലേഷൻ നമുക്ക് എഴുതാം. അതായത് V2 which is equal to P2 which is equal to V2 I2 അല്ലെ. ആൻഡ് P1 which is equal to എന്താണ്? V1 I1 ആണ്. ഓക്കെ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സെക്കൻഡറി ഇവിടെ പവർ ലോസ് ഉണ്ടാകാൻ പാടില്ല അല്ലെ. ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ലോസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P1 which is equal to P2 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാടാ? യെസ്, I1 V1 which is equal to I2 V2. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ I1 by I2 will be equal to V2 by V1. ഓക്കെ. സോ ഇവിടെ നമ്മൾ V2 നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ എഴുതിയായിരുന്നു അല്ലെ. V2 by V1 which is equal to N2 by N1 ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി N2 by N1 ആയിരിക്കും. സോ ഈ ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കറണ്ടിന്റെ സംഭവം ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ അല്ലടാ. ഇനി അടുത്ത സംഭവം എന്താ പറയുന്നത്? അടുത്ത നമ്മൾ ലോസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. കാരണം എന്താണെങ്കിൽ ഇവിടെ നമ്മൾ കുറെ അസംഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടുത്തെ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നതേ ഇല്ല അല്ലെ. റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളിവിടെ ഫ്ലക്സ് ചേഞ്ച് അല്ലെ, സെക്കൻഡറിയിലും പ്രൈമറിയിലും ഉണ്ടായ ഫ്ലക്സ് ചേഞ്ചിനെ നമ്മൾ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ അല്ലെ. അവിടെ നമ്മൾ ഒരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത് അല്ലെ. നമ്മളിപ്പം എന്താ പറയാ, നമ്മുടെ V1 എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? N1 d∅ by dt. അതുപോലെ തന്നെ V2 എഴുതിയപ്പോഴോ
minus n2 d5/dt. ഇവിടെ നമ്മൾ ഫൈനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആയതില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ നമ്മൾ വളരെ കുറവായിട്ട് എടുത്തത് അല്ലെ. യെസ്, പ്രൈമറി കോയിലും അതുപോലെ തന്നെ ഇതും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എനർജി ലോസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പവർ ലോസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് അവിടെ പവർ ലോസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലോസിനുള്ള കാരണമാണ് വൈൻഡിങ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ ചുറ്റുന്ന സംഭവം. ഓക്കെ അല്ലെ. അപ്പം അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്, ഹീറ്റിന്റെ ഫോമിൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഈ കോയിൽ എടുക്കുന്നുണ്ടല്ലോ, ആ കോയിൽ ഏറ്റവും ലോ റെസിസ്റ്റിവിറ്റി ഉള്ള കോയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ അല്ലെ, ലോ റെസിസ്റ്റിവിറ്റി ലൈക്ക് കോപ്പർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? യെസ്, റെസിസ്റ്റൻസും ഏരിയയും തമ്മിലുള്ള റിലേഷൻ അറിയാലോ, റോ എൽ ബൈ എ. അതായത് ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കൂട്ടാം, അപ്പൊ റെസിസ്റ്റൻസ് കുറയും അല്ലെ. നമുക്ക് റെസിസ്റ്റൻസ് കുറവല്ലേ വേണ്ടത്, കറണ്ട് മാക്സിമം ആക്കല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ വൈൻഡിങ് ലോസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഏരിയ മാക്സിമം ആയിരിക്കണം. അതോട് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? തിക്ക് ആയിട്ടുള്ള ഈ സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ഹിസ്റ്റെറിസിസ് ലോസ്. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും കണ്ടിന്യൂസ്ലി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഹിസ്റ്റെറിസിസ് ലോസ് വരും. അത് നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? നമ്മളിവിടെ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു അയൺ കോർ എടുക്കുന്നു പറഞ്ഞല്ലോ. യെസ്, നമ്മൾ ട്രാൻസ്ഫോമറിൽ ഒരു സോഫ്റ്റ് അയൺ കോർ എടുക്കുന്നു പറഞ്ഞല്ലോ. യെസ്, ആ കോർ നമുക്ക് എന്ത് ചെയ്താൽ മതി? സോഫ്റ്റ് അയൺ അല്ലെ. സോഫ്റ്റ് അയൺ കൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഈ ഒരു കോർ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഹിസ്റ്റെറിസിസ് ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ. അപ്പൊ ഈ ലോസുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് പറ്റണം. കാരണം എന്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോസ്, അതിനെങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം. അപ്പൊ നമ്മളിപ്പം വൈൻഡിങ് ലോസ് പറഞ്ഞു, അവിടെ നമ്മൾ പറഞ്ഞു ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ പറഞ്ഞു ഏരിയ മാക്സിമം, അതായത് തിക്ക് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഹിസ്റ്റെറിസിസ് ലോസ് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹിസ്റ്റെറിസിസ് ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് വരുന്നത് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്. ഓക്കെ അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ടല്ലോ, അത് നമുക്ക് സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, അവിടെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാകും, അതുവഴി നമുക്ക് എനർജി ലോസ് ഉണ്ടായിരിക്കും. സോ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ലാമിനേറ്റ് ചെയ്യാം. അതായത് ഈ അയൺ കോർ ഉണ്ടല്ലോ, ഈ സോഫ്റ്റ് അയൺ കോർ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു സംഭവത്തിന് നമുക്ക് കുഞ്ഞു പീസസ് ആക്കിയിട്ട് ലെയർ ആക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും? ഈ എഡ്ഡി കറണ്ടിന്റെ ലോസും നമുക്ക് എന്താ പറയാ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഫ്ലക്സ് ലോസ്. ഓക്കെ, ഫ്ലക്സ് ലോസ് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്? യെസ്, ഓൾ ഫ്ലക്സ് ഫ്രം പ്രൈമറി വൈൻഡിങ്സ് ഡസ് നോട്ട് ഗെറ്റ് ലിങ്ക്ഡ് ടു ദ സെക്കൻഡറി. അല്ലെ, നമ്മൾ പറഞ്ഞു ഇവിടെ എത്തുന്നതെല്ലാം ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ അതൊരു അസംഷൻ ആയിട്ട് എടുത്തത്. അപ്പം ഇത് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? ഹൈലി ഫെറോ മാഗ്നറ്റിക് കോർ ലൈക്ക് സോഫ്റ്റ് അയൺ ആസ് ഇറ്റ് മാക്സിമൈസ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ അല്ലേ. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈലി ഫെറോ മാഗ്നറ്റിക് കോർ ലൈക്ക് സോഫ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്രയും ലോസസ് ആണ് വരുന്നത്. അതിന്റെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് നമ്മുടെ സ്വന്തം വാക്കുകളിൽ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താക്കാം. ഡ്രോ ദ ഡയഗ്രാം ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു പ്രൈമറിയിലെ പ്രൈമറി N1 എന്ന് എടുക്കുവാണെങ്കിൽ N1 അതെന്തായിരിക്കണം? N2-നെക്കാട്ടിലും കുറവായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വോൾട്ടേജ് അപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലെ. N1/N2 which is equal to V1/V2 ആണ്. V2 ആണ് നമുക്ക് മാക്സിമം വേണ്ടത്. ഓക്കെ അല്ലെ. V2 ആണ് മാക്സിമം വേണ്ടത്. സോ ഫോർ ദാറ്റ് എന്ത് ചെയ്യണം? N2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കണം സ്റ്റെപ്പ് അപ്പിന്. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോടാ, സ്റ്റെപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? യെസ്, അഗൈൻ നമ്മുടെ V1 ആയിരിക്കണം വലുത് അല്ലെ. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കുറവ് കിട്ടിയാൽ മതി. സോ ദാറ്റ് മീൻസ് V1 is greater than V2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? N2 വളരെ കുറവായിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താവും? യെസ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇൻ സെക്കൻഡറി കോയിൽ കുറവായിരിക്കും. അടുത്തത് ഡ്രോ. ഓക്കെ, നമ്മളത് പറഞ്ഞു. ഇനി അടുത്തത് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഓക്കെ NP അല്ലെങ്കിൽ N1 എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ അല്ലെ. ആൻഡ് ദ വോൾട്ടേജ് അപ്ലൈഡ് that is 230 volt. What is the voltage induced in the secondary if the number of turns in the secondary is അതായത് N2 is equal to 250 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാലോടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നത് എവിടെ മാത്രമേ കൊടുക്കുള്ളൂ? പ്രൈമറിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് V2 അറിയേണ്ടത്. സോ വി ഓൾറെഡി നോ ദാറ്റ് N1/N2 which is equal to V1/V2 ആണ്. കണ്ടുപിടിക്കേണ്ടത് V2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇവിടെ V1 മാത്രം നിർത്തുന്നു. N2 divided by N1 into which is equal to V2. ഓക്കെ അല്ലെ. V2 which is equal to V1 into N2/N1. V1 എന്ന് പറയുന്നത് എത്രയാണ്? V1 എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഇൻറ്റു N2 എന്ന് പറയുന്നത് എന്താണ്? 250 ആണ്. N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 100 ആണ്. ഓക്കെ അല്ലെ. സോ നമുക്ക് കിട്ടും ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും 575
വോൾട്ട് എന്ന് കിട്ടും. ഇനി അടുത്തത് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ? സോ വൈൻഡിങ് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്, എഡി കറന്റ് ലോസ്, ഫ്ലക്സ് ലോസസ്. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ലോസ് ഉണ്ടാകുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല, പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എക്സാമിന് ഓൺ വേർഡ്സിൽ നല്ല രീതിയിൽ എഴുതാനും പറ്റണം കേട്ടോ. സോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത്. സോ മാൻഡേറ്ററി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സോ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻ അറിയണം. N1 N2 ഡിവൈഡഡ് വിച്ച് ഇസ് ഈക്വൽ ടു V1 by V2 വിച്ച് ഇസ് ഈക്വൽ ടു I2 by I1. ഓക്കെ അല്ലേ? ആൻഡ് നമ്മൾ അസംഷൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എനർജി ലോസസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. സോ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് കൂടുതൽ പ്രോബ്ലംസ് ട്രാൻസ്ഫോമേഴ്സിൽ നിന്ന് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെറൈറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ തീർച്ചയായിട്ടും മാക്സിമം നല്ല രീതിയിൽ പ്രോബ്ലംസ് ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ഇനിയുള്ള നിങ്ങളുടെ എന്താ പറയുക, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ഫിസിക്സിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് അറിയാലോ, 12-ാം തീയതിയാണ് നമ്മുടെ എക്സാം. ഓക്കെ അല്ലെ? നിങ്ങൾ എങ്ങനെ ഈ ഒരു ദിവസങ്ങളെ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. സോ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് യെസ്, മാക്സിമം പഠിക്കുക. ഓക്കെ, നിങ്ങൾ കിട്ടുന്ന സമയം, ഒഴിവ് സമയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ വർത്താനം പറയാനും കളിക്കാനും ഒക്കെ നിൽക്കാതെ എന്ത് ചെയ്യണം, മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അതിൽ ഒരു സംശയവും ഇല്ല. വേദാന്തു മലയാളം ഇസ് ഓൾവേസ് വിത്ത് യു. ആൻഡ് നിങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് ജേർണിയിൽ ഞങ്ങൾ നിങ്ങളെ ത്രൂ ഔട്ട് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും, കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മക്കളെ, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ നമ്മളിപ്പോൾ റിവിഷൻ എടുക്കുന്നതിൽ ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ വൺ ഷോട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പലതിന്റെ നമുക്ക് ഡെപ്തിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇസ് പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് വൺ ഷോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. സോ പോയി കാണുക കേട്ടോ. സോ അഗെയിൻ വൺസ് അഗെയിൻ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.